ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ് കൈഗറിന് കോമ്പാക്റ്റ് SUV വെഹിക്കിൾസ് കൈഗറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കൈഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വേരിയൻറ്റ് വരുന്നുണ്ട്. എനർജി എഞ്ചിനും അതുപോലെ തന്നെ ടർബോ വേരിയൻറ്റും വരുന്നുണ്ട്. എനർജി എഞ്ചിൻ നമുക്ക് മാനുവലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടർബോ എഞ്ചിനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മാനുവലും CVT ഫങ്ഷൻസുമാണ് കിട്ടുന്നത്. നമുക്ക് ഇതിൽ എനർജിയിൽ ഫങ്ഷൻ വരികയാണെങ്കിൽ 96 Nm വരെ നമുക്ക് അതിൻ്റെ ഫങ്ഷനിങ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കൈഗർ ടർബോയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 160 Nm ആണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിൽ പറയുകയാണെങ്കിൽ NCAPൽ നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് കൈഗറിന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എടുത്തു പറയത്തക്ക നമുക്ക് അട്രാക്റ്റീവായിട്ടൊരു പോയിൻ്റ് 5.99 നമ്മുടെ കൈഗർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ടോപ്പ് വേരിയൻ്റ് ആണ്. ഇതിൽ നമുക്ക് ഹ്യൂമൻ ഫസ്റ്റ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് 4 കാര്യങ്ങൾ പുതുതായിട്ട് നമ്മുടെ ബേസ് മുതൽ എല്ലാ വെഹിക്കിൾസിലും ആഡ് ഓൺ ആയിട്ടുണ്ട്. അതായത് നമുക്ക് ട്രാക്ഷൻ കൺട്രോള്, ടയർ പ്രഷർ മോണിറ്റർ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഈ 4 പ്രോഗ്രാമിൽ നമ്മുടെ ബേസ് മുതൽ എല്ലാ വെഹിക്കിൾസിലും ആഡ് ഓൺ ആണ്. ABS, അതായത് 4 എയർ ബാഗ്, അതുപോലെ തന്നെ മൾട്ടി സെൻസ് ഡ്രൈവ് മോഡ്, സ്മാർട്ട് ആക്സസ് കാർഡ്. പിന്നെ നമ്മുടെ ബൂട്ട് സ്പേസ് നോക്കാം. നമ്മുടെ ബൂട്ട് സ്പേസ് ആണെങ്കിൽ നമുക്ക് 405 ആണ് കിട്ടുന്നത്. പിന്നെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 879 ലിറ്റേഴ്സ് നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് 205 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ LED ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ വെഹിക്കിൾസിൻ്റെ ഒരു കോമ്പാക്റ്റ് SUV ലുക്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ 3 പില്ലേഴ്സ് എന്ന് പറയാൻ തന്നെ സ്പോർട്ടി, സ്മാർട്ട്, സ്റ്റണ്ണിങ് ഒരു ഡിസൈനാണ് നമ്മുടെ കൈഗറിന് ഉള്ളത്. നമുക്കിതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് RXC എന്നുള്ള വേരിയൻറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു 5.99 ആണ് നമ്മുടെ കൈഗർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമുക്ക് എയർ ബാഗ്, പവർ വിൻഡോ എല്ലാ കാര്യങ്ങളും തന്നെ ആഡ് ഓൺ ആണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ ആഡ് ഓൺ ആണ്. അടുത്ത് നമുക്ക് RXL നമ്മുടെ ഒരു ന്യൂ വേരിയൻ്റ് ആണ്. അതിൽ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് എടുത്ത് പറയേണ്ടത്. അതിൽ നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ എയർ ബാഗ്, അതുപോലെ 4 ഡോർ പവർ വിൻഡോ, സിംഗിൾ ഡിൻ സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ നമുക്ക് AC വെൻസ് എല്ലാ കാര്യങ്ങളും തന്നെ RXL വേരിയൻ്റ് നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. കൂടാതെ അതിൻ്റെ കൂടെ തന്നെ 4 കളർ കൂടെ നമുക്ക് ആഡ് ഓൺ, അതായത് ബേസിൽ 2 കളർ, അതിൽ നിന്നും 2 കളർ കൂടെ നമുക്ക് RXLൽ നമുക്ക് ആഡ് ഓൺ ആകുന്നുണ്ട്. നെക്സ്റ്റ് വേരിയൻറ്റ് നമ്മുടെ പറയാൻ 3rd വേരിയൻറ്റ് RXT ആണ്. RXTയിലാകുമ്പം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിൽ ആഡ് ഓൺ ആണ്. നമുക്ക് എയർ ബാഗ്, 4 എയർ ബാഗ്സ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ കിട്ടുന്നുണ്ട്, റിയറിൽ ക്യാമറ വരും, അതുപോലെ തന്നെ റിയറിൽ വൈപ്പർ കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൽ നമുക്ക് ഓഡിയോയുടെ കൺട്രോൾസ്, ഫോൺ കൺട്രോൾസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ 3rd വേരിയൻറ്റ് മുതൽ നമുക്ക് പുഷ് ബട്ടണാണ് വരുന്നത്. നമ്മുടെ സ്മാർട്ട് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അടുത്തൊരു നമുക്ക് നോക്കുകയാണെങ്കിൽ RXT ഓപ്ഷൻ വേരിയൻ്റ് ആണ്. നമ്മുടെ ഡ്യുവൽ ടോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് RXT ഓപ്ഷൻ വേരിയൻറ്റ് മുതലാണ്. അതിൽ നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാലജൻ ആണ് നമ്മുടെ ബാക്കി എല്ലാ വേരിയൻറ്റിലും വരുന്നത്. അത് മാറിയിട്ട് നമുക്ക് LED ആണ് നമുക്കതിൽ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഇതിൽ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 16 ഇഞ്ചസ് ആണ്. അതിൽ നമുക്ക് RXT ഓപ്ഷൻ മുതൽ 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് നമുക്ക് വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് നമുക്ക് RXT ഓപ്ഷൻ മുതൽ കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് RXZ നമ്മുടെ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുമ്പോൾ എയർ ബാഗ് അതുപോലെ തന്നെ 4 എയർ ബാഗ്സ് കിട്ടും, 4 ഡോർ പവർ വിൻഡോ വരും,
ടച്ച് സ്ക്രീൻ കിട്ടും. പിന്നെ റിയറിൽ വൈപ്പർ വാഷർ ഡീഫോഗർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ വയർലെസ് ചാർജർ നമ്മുടെ ടോപ്പ് വേരിയൻറ്റിൽ ആഡ് ഓൺ ആവുന്നുണ്ട്. പിന്നെ സെമി ലെതറൈസ്ഡ് സീറ്റാണ് നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ ഓഡിയോയുടെ കൺട്രോൾസ്, ഫോൺ കൺട്രോൾസ്, എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് മൾട്ടി സെൻസ് ഡ്രൈവ് മോഡ്. അത് നമുക്ക് നമ്മുടെ ഡ്രൈവിങ്ങിൽ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നതിനായിട്ടും അതുപോലെ വണ്ടി നമുക്ക് കൂടുതൽ പവറിൽ യൂസ് ചെയ്യാനും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്.